be protected on the firm pillars of the Constitution of India. My government will strengthen its efforts to secure rightful financial allocations and fair and equitable treatment from the Union government. My government believes strongly in cooperative federalism and constructive engagement with the Union government, while firmly safeguarding the constitutional and financial rights of Kerala. The Indira guarantees announced by my government reflect its social commitment to the people of Kerala. On the very day it assumed office, my government declared its commitment to making free travel in KSRTC buses across the state a permanent entitlement for women in ഒക്കെ ഉന്നമനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റോളം നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഒന്നായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ ഉൾപ്പെടുത്തുകയും അത് പിന്നീട് ഗവർണർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രധാനം സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര, അതിനെല്ലാം ഉപരിയായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, അങ്ങനെ തുടങ്ങുന്ന ഗ്യാരണ്ടികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം. അതിന് എല്ലാം ഉപരിയായി ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടോടുകൂടി മറ്റ് വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിലും അതിനെല്ലാം ഉപരിയായി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുതൽ അനിവാര്യമായ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലുമൊക്കെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളില്ല എങ്കിൽ പോലും ജനങ്ങളുമായി അടുപ്പിച്ചു നിർത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാർഷിക മേഖലയ്ക്കും ഒപ്പം തന്നെ ഈ വന്യജീവി മനുഷ്യ സംഘർഷം ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നമായി മാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി ചില പദ്ധതികൾ, അതും ദീർഘകാലാടിസ്ഥാനത്തിൽ ഉള്ള ചില പദ്ധതികൾ കൂടി ഇത്തവണത്തെ നയപ്രഖ്യാപനത്തിലും വരാൻ പോകുന്ന ബഡ്ജറ്റിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ സാധാരണഗതിയിൽ വലിയ തരത്തിൽ അവഗണന നേരിടുന്ന സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ചും അസംഘടിത തൊഴിൽ മേഖലകൾ, അതായത് IT സെക്ടറിലായാലും അതുപോലെ തന്നെ ഈ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളായ കുട്ടികൾ, അവർക്ക് വേണ്ടി നടത്തിയ ഒരു പ്രഖ്യാപനം എടുത്തു പറയേണ്ടതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ IT സെക്ടറിലുള്ള സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി, അതായത് 50 പേരിൽ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ IT മേഖലകളിലൊക്കെ തന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക അവരെ നോക്കുന്നതിന് വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കും. മാത്രവുമല്ല, പ്രസവകാല അവധി 6 മാസമാക്കി മാറ്റിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകുന്നു, 3 ദിവസം. തുടർന്ന് പഠിക്കാനുള്ള അവസരവും അവർക്ക് നൽകും. അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഇല്ല എങ്കിൽ തന്നെയും ഒരു പക്ഷേ മാനുഷികമായ പരിഗണനകൾ നൽകിക്കൊണ്ട് സാമൂഹ്യ സാംസ്കാരികമായ വികസനം, അതുപോലെ തന്നെ ധനമേഖലയിലുണ്ടാകുന്ന ഉയർച്ച, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ 16ാം നിയമസഭയുടെ 1ാം സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒപ്പം ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായി ഈ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത് ലഹരിക്കെതിരെയുള്ളതായിരുന്നു, ഓപ്പറേഷൻ തൂഫാൻ. അതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിനെ വലിയ തരത്തിൽ ദൃഢപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. അതിനുവേണ്ടി ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആധുനികവൽക്കരിക്കപ്പെട്ട സംവിധാനങ്ങൾ എക്സൈസ് വകുപ്പിന് നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ സ്കൂളുകളിൽ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി ചില കർമ്മ പദ്ധതികൾ കൂടി നടപ്പാക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി സ്കൂളുകൾ നിരീക്ഷണത്തിലാക്കും. ഇതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ തന്നെ ഉപയോഗിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഒരു പരിഗണനയാണ്. സാധാരണഗതിയിൽ ഓപ്പറേഷൻ സമുദ്ര എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇവിടെ ഒരു 5 വർഷത്തെ പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തുകയാണ്. അത് പ്രത്യേകിച്ചും മത്സ്യബന്ധന മേഖലയുമായി
മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതും അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ ഉള്ളവർക്ക് വലിയ തരത്തിൽ പിന്തുണ നൽകുന്ന ഒരു കാര്യമായി മാറും. അതുപോലെ തന്നെ ഈ പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്തുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സപ്ലൈകോകളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാകും. റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ ഷോപ്പ് ഓൺ വീൽസ് എന്ന് പറയുന്നത് പോലെ തന്നെ സഞ്ചരിക്കുന്ന സപ്ലൈകോകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അവ നവീകരിക്കും. കാരണം സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒന്നാണ് ഈ സപ്ലൈകോയുടെ പ്രവർത്തനം. അത് വലിയ തരത്തിൽ കാര്യക്ഷമമാക്കുക എന്ന് തന്നെയാണ്. അതായത് പൊതുവിതരണ മേഖല അല്ലെങ്കിൽ ശൃംഖല വളരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായിപ്പെട്ടതാണ് വന്യമൃഗ ആക്രമണം. വയനാടിൽ ഉൾപ്പെടെ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ കണക്കെടുക്കുന്നത് വലിയ തരത്തിൽ ഒരു സംഭവമാക്കി മാറ്റുകയും അത്തരത്തിൽ അതിനുശേഷം അവയെ എങ്ങനെ പുനരധിവസിപ്പിക്കണം, അവയ്ക്ക് എന്താണ് അനിവാര്യം, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തും, ഒരു മാനദണ്ഡമുണ്ടാക്കും. അതുവഴി വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സാധാരണക്കാരന് പ്രാപ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു വരുന്നത്. അത് നേരത്തെ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു, പോലീസിനെ നവീകരിക്കും എന്നുള്ളത്. ഒപ്പം തന്നെ പോലീസിനെ ജനസൗഹൃദമാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. SHO അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തും. അത് കേസുകളുടെ എണ്ണത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. IT മേഖല ശക്തിപ്പെടുത്താൻ പോകുന്നു. കാരണം ഈ IT പാർക്കുകളുടെ എണ്ണം വളരെ കൂട്ടുവാൻ തന്നെ നേരത്തെ പണ്ട് തന്നെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ IT മേഖല ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിരുന്നു. ആ IT മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി അതൊരു വലിയ സംഭവമായി മാറുകയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒപ്പമുള്ള ഭൂമിയുണ്ട്. അതായത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി, അതിനെക്കുറിച്ചുള്ള ഒരു ബാങ്കിങ് നടപ്പിലാക്കും. അതല്ലെങ്കിൽ ആ ഭൂമി എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ആ ഭൂമിയുടെ വില കണ്ടെത്തിക്കൊണ്ട് ഒരു പക്ഷേ കൂടുതൽ സാമ്പത്തികം കിട്ടുന്ന തരത്തിലേക്ക് ആ ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ സിനിമാ മേഖലയ്ക്ക് അല്പം ആശ്വാസം നൽകിക്കൊണ്ട് ഒരു സിനിമാ നയം രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം LDF സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഈ സിനിമാ നയം എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു സിനിമാ നയം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു. അത്തരത്തിലൊരു സിനിമാ നയത്തിലേക്ക് കടക്കുന്നു. ഒപ്പം സാംസ്കാരിക മേഖലയ്ക്ക് കൂടി ഊന്നൽ നൽകുന്ന തരത്തിൽ നമ്മുടെ സിനിമാ മേളകൾ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകൾ മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റ് നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി സാംസ്കാരിക മേഖലയ്ക്കാണ് വലിയ ഊന്നൽ നൽകുന്നുണ്ട്. റോഡ് നവീകരണത്തിന് മറ്റൊരു മുൻഗണന നൽകുന്നത്. പരമാവധി 4 വരി പാതകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് പല സ്ഥലങ്ങളിലും ഈ ദേശീയപാത കഴിഞ്ഞാൽ പിന്നീട് 4 വരി പാതകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി കഴിയും. ദേശീയപാതയിലും MC റോഡിലും മാത്രമാണ് 4 വരി പാതകൾ ഉള്ളത്. പക്ഷേ അത് ഇട റോഡുകളിലേക്ക് കൂടി 4 വരി പാതകൾ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ പട്ടികജാതി വിഭാഗങ്ങൾക്കായി ഭവന പദ്ധതി എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികളുണ്ടെങ്കിൽ തന്നെയും പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി റിക്രൂട്ട്മെൻറ്റും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് റിസർവേഷൻ സംവിധാനങ്ങളും ഒരുക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് നിലവിൽ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിലൊന്നും തന്നെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് റിസർവേഷന് കാര്യമായി നൽകിയിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് റിസർവേഷൻ നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള നവീനമായ പദ്ധതികൾ കായിക മേഖലയിൽ നടപ്പാക്കാൻ പോകുന്നു. അതുപോലെ തന്നെ കായിക പരിശീലനം അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അന്തർദേശീയ തരത്തിലുള്ള ഒരു പരിശീലന സംവിധാനങ്ങൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള കായിക പരിശീലന മേഖലയെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ട് അതിന് മെച്ചപ്പെടുത്തുവാൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളില്ല എങ്കിൽ പോലും ജനോപകാരപ്രദമായ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് വലിയ തരത്തിൽ ക്ഷേമം നൽകുന്ന അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന കുറേ പദ്ധതികൾ കൂടി വരുന്നു. മഴവെള്ളം പരമാവധി സംഭരിക്കും. ഒപ്പം തന്നെ കൃഷിക്ക് വലിയ തരത്തിലുള്ള മുൻഗണന നൽകുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കും. സ്ത്രീകൾ
സ്ത്രീകളുടെ കൂട്ടായ്മകൾ കാർഷിക മേഖലയിൽ ഉണ്ടാകും. അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും. അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ഉണ്ടാകും. അങ്ങനെ തുടങ്ങി കാർഷിക മേഖലയിലേക്ക് സ്ത്രീകളെ കൂടുതൽ അടുപ്പിക്കുകയും കൂടുതൽ അവരുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കങ്ങളൊക്കെ കാർഷിക മേഖലയിലേക്ക് വരുന്നു. ഇത് ഒരു വലിയ മാറ്റത്തിന് തുടക്കം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുക്കുവാൻ ഇപ്പോഴും കുടുംബശ്രീ കാർഷിക മേഖലയിൽ ഉണ്ടെങ്കിൽ തന്നെയും, പക്ഷേ അതിൽ നിന്നും അപ്പുറത്തേക്ക് കൂടുതൽ വലിയ തരത്തിലുള്ള ഒരു ബന്ധം കാർഷിക മേഖലയുമായി വരുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതുമാത്രവുമല്ല, അവർക്ക് കൂടുതൽ ലോണുകൾ നൽകുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു. എന്തായാലും തുടക്കം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും വഴിവെക്കാതെ അല്ലെങ്കിൽ വിവാദങ്ങൾ തൊടാതെ പോയിരിക്കുന്നു നയപ്രഖ്യാപനത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ വരികൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നു എന്നൊരു ചടങ്ങിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ വന്ദേമാതരം സത്യപ്രതിജ്ഞാ വേളയിൽ ചൊല്ലി വലിയ തരത്തിലുള്ള വിവാദം ഉയർന്നിരുന്നു. ഒഴിവാക്കപ്പെട്ട വരികൾ അല്ലെങ്കിൽ വിയോജിപ്പുള്ള വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് സത്യപ്രതിജ്ഞാ വേളയിൽ വന്ദേമാതരം ആലപിച്ചതിനെതിരെ CPIM CPIയും രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അത്തരത്തിൽ പോലീസ് ബാൻഡ് വന്ദേമാതരം അവതരിപ്പിച്ചപ്പോഴേക്കും സാധാരണ ചൊല്ലാറുള്ള വരികൾക്കപ്പുറത്തേക്ക് കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ തുടങ്ങി വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊരു നയപ്രഖ്യാപനത്തിലേക്ക് സർക്കാർ എത്തുന്നു. 16ാം നിയമസഭയുടെ ആദ്യ ബഡ്ജറ്റിന് മുന്നോടിയുള്ള നയപ്രഖ്യാപനം ജനോപകാരപ്രദം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ളൊരു ധവളപത്രത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് പ്രാപ്യമായ തരത്തിലുള്ള സാമ്പത്തിക സ്ഥിതി നിലവിൽ ഇല്ല. ആ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് പര്യാപ്തമായ തരത്തിലുള്ള നീക്കങ്ങൾ അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ധവളപത്രം അതുടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ബഡ്ജറ്റ് അടുത്ത ജൂൺ മാസത്തിലാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി തന്നെ ധവളപത്രം പുറത്തേക്ക് വരും. ആ ധവളപത്രത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക നയം ഒപ്പം തന്നെ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രേഖ തന്നെയായിരിക്കും പുറത്തേക്ക് വരിക. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് തന്നെ പറയാം. പക്ഷേ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രഖ്യാപനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ 5 പ്രഖ്യാപനങ്ങൾ. ആ 5 പ്രഖ്യാപനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ തയ്യാറായിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് യുവാക്കൾക്ക് പലിശ രഹിത വായ്പ എന്നുള്ളതിന്. കാരണം ഈ വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായം എത്തിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നടത്തിയൊരു പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ നയപ്രഖ്യാപനത്തിലൂടെ അതുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. യുവാക്കൾക്ക് അവരെ കൂടുതൽ സാമ്പത്തികപരമായി ഉയർത്തുവാനും അവർക്ക് സ്വയം പര്യാപ്തമാവുന്നതിന് വേണ്ടിയുള്ള നീക്കമെന്ന നിലയ്ക്ക് ഈ യുവാക്കൾക്ക് വേണ്ടി നടപ്പാക്കാൻ പോകുന്ന ആ ലോൺ, അതായത് പലിശരഹിത ലോൺ അല്ലെങ്കിൽ വായ്പ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും സവിശേഷമായ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. കാർഷിക മേഖലയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം നടപ്പിലാക്കും എന്നുള്ളതിന്. കാരണം പല സ്ഥലങ്ങളിലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തരിശു കിടക്കുന്ന ഭൂമിയുണ്ട് അല്ലെങ്കിൽ വയലുകളുണ്ട്. അവിടെയൊക്കെ തന്നെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. ഒപ്പം തന്നെ കൃഷി ചെയ്യപ്പെട്ട് കൊയ്ത്ത് കഴിയുമ്പോഴും കിട്ടുന്ന നെല്ലുണ്ട്. ആ നെല്ല് കൃത്യമായി കർഷകർക്ക് അതിൻ്റെ പൈസ കിട്ടുന്നില്ല എന്നുള്ള പരാതികളുണ്ട്. ഇത്തരം പരാതികളൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുമാത്രവുമല്ല, ഈ സ്ത്രീകളെ കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, അതിനുവേണ്ടി കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു. അത് ഒരു വലിയ നേട്ടം എന്ന് തന്നെ പറയാം. ആ നയപ്രഖ്യാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗവർണർ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്, സുതാര്യമായ ഒരു ഭരണം, അതാണ്. ഒപ്പം തന്നെ സമഗ്രമായ വികസനം. ഇത് രണ്ടും ആണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതായത് സുതാര്യമായ ഭരണവും സമഗ്രമായ വികസനവും ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും UDF സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലെ നയപ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഗവർണർ വായിച്ചു തുടങ്ങിയെന്ന് പറയാം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ മേഖല ആധുനികവൽക്കരിക്കെങ്കിൽ തന്നെയും കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ
മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നതിന്, തൊഴിൽ അധിഷ്ഠിതമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിലബസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു സമൂലമായ മാറ്റം വിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാകും. അങ്ങനെ വളരെ വ്യക്തമായ മാറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനത്തിലൂടെയാണ് ഗവർണർ ഏകദേശം 1 മണിക്കൂർ 16 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയതെന്ന് പറയേണ്ടി വരും. ഇതിൽ സാധാരണ പറയുന്നതിലെല്ലാം വ്യത്യസ്തമായി ഏറെ നാളുകളായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ ആർത്തവ അവധി ദിനങ്ങൾ എന്നുള്ളത് സ്ഥിരം ഉന്നയിച്ചു വരുന്ന ഒരു കാര്യമാണ്. അത് വിദ്യാർത്ഥിനികൾക്കായി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് 3 ദിനങ്ങൾ അവർക്ക് നൽകുന്നു. അവർക്ക് നഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾക്ക് പകരം സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഒപ്പം തന്നെ പ്രസവ അവധി, അതും അസംഘടിത മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് 6 മാസത്തെ അവധി നൽകുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം ഉപരിയായി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും എന്നുള്ളതാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക കാര്യം സിവിൽ സപ്ലൈസ് അല്ലെങ്കിൽ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വ്യാപകമായ തരത്തിൽ സിവിൽ സപ്ലൈസിൻ്റെ ഷോപ്പുകളുടെ അല്ലെങ്കിൽ കടകളുടെ എണ്ണം കൂട്ടും. ഒപ്പം സഞ്ചരിക്കുന്ന സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടും. റേഷൻ കടകളുടെ എണ്ണം കൂട്ടും. മാവേലി സ്റ്റോറുകളുടെ എണ്ണം കൂട്ടും. ഇങ്ങനെ തുടങ്ങി വലിയതായ പ്രഖ്യാപനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഒപ്പം ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ സംസ്ഥാനത്തുള്ളത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി വന്യമൃഗങ്ങളുടെ കണക്കെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പുറത്തു വന്നിരുന്ന അനുസരിച്ച് വനത്തിന് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വനത്തിൽ ഈ മൃഗങ്ങൾ വനം വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പല കാര്യങ്ങളായി പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് വനം ഉപേക്ഷിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കഴിയുന്നതിന് പ്രാപ്തമായ തരത്തിൽ ജലസ്രോതസ്സിൻ്റെ കുറവുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ വിഷയങ്ങളായി എടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വയോജനങ്ങളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനം അത് ശ്രേഷ്ഠമാണ്. അത് ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന വയോമിത്ര എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാകും. ഇത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി കളക്ട്രേറ്റ് കേന്ദ്രീകരിച്ചൊരു സംവിധാനം ഉണ്ടാകും. അങ്ങനെ ജില്ലകൾ തോറും വയോജനങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ബൃഹത്തായ പദ്ധതി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടും എന്നുള്ള സൂചന നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. അത് കൃത്യമായി പറയുമ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ ആദ്യഘട്ടം. അതിന് തൊട്ടു പിന്നാലെ ബ്ലോക്ക് അടിസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി കൃത്യമായ ഒരു മോണിറ്ററിംഗ് സെല്ല് അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനം എല്ലാ ജില്ലാ കളക്ട്രേറ്റുകളിലും ഉണ്ടാകും. അപ്പോൾ വയോജനങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ, അതിനപ്പുറം സംരക്ഷണം ഒരുക്കുവാൻ സർക്കാർ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി നൽകുന്നതാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്ന വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം. ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് സൗരോർജ്ജത്തിന് മുൻഗണന നൽകും. അതായത് സൗരോർജ്ജത്തിനൊപ്പം തന്നെ വിൻഡ് എനർജി അല്ലെങ്കിൽ കാറ്റിൽ നിന്നും സൂര്യരശ്മികളിൽ നിന്നുമൊക്കെ തന്നെ, സൂര്യപ്രകാശത്തിൽ നിന്നുമൊക്കെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി കൂടി കാണുന്നുണ്ട്. അങ്ങനെ വൈദ്യുതി മേഖലയെയും, അതായത് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി ഉൽപ്പാദനം, അതിനുമപ്പുറത്തേക്ക് കൈവശ ഭൂമി, അതായത് ഈ നിലവിൽ ഇപ്പോഴും വനമേഖലയുമായി ബന്ധപ്പെട്ട് പട്ടയം കിട്ടാത്ത ആളുകളുണ്ട്, അല്ലാതെ തന്നെ പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്, ഭൂമി തരംതിരിവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ലാൻഡ് റവന്യൂ ബോർഡ് അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകതരം നീക്കങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ കാര്യങ്ങളുണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിൽ തന്നെയും ക്ഷേമപ്രവർത്തനങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. നേരത്തെ പറഞ്ഞിരുന്ന
കാര്യങ്ങൾ തന്നെ, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ 3000 വർദ്ധിപ്പിക്കുമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നയപ്രഖ്യാപനത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ആമുഖം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെ ജനങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് പ്രതീക്ഷിച്ചിരുന്നുവോ അത്തരം കാര്യങ്ങൾ എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും. അതായത് നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ നിയമസഭയിൽ നടക്കും. അതുമായി ബന്ധപ്പെട്ട തീയതികളൊക്കെ തന്നെ പിന്നീട് പ്രഖ്യാപിക്കും. എന്തായാലും ഇനി ഈ ബഡ്ജറ്റ് ഈ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെയൊക്കെ തന്നെ ചർച്ചകളുണ്ടാവാം, അല്ലെങ്കിൽ പത്രസമ്മേളനം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ കൃത്യമായി പറഞ്ഞാൽ ഒരു സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സർക്കാർ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും അതുപോലെ പെൺകുട്ടികളുടെയും വയോജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രശ്നങ്ങളിലേക്ക് തൊടുവാൻ, അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിയുവാനൊക്കെ ഒരു ശ്രമം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നു. ശരി, എന്തായാലും 16ാം നിയമസഭയിലെ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ ഒരു നയപ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടിയാണ് പ്രധാനമായും ഇടം പിടിച്ചത് എന്ന് പറയാൻ സാധിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാതെയുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയായിരുന്നു നടന്നിരുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.